ഷോപ്പിൻ്റെ ലോഗാണ്. ഗ്രോസറിയും പിന്നെ ബേക്കറിയും കൂടിയുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടത് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എസ് പിന്നെ ജി വരണം. പിന്നെ ഒരു കണക്ട് ചെയ്യണ ഒരു ഫീല് വരുത്തും വേണം. പിന്നെ SG മിനി മാർട്ട് എന്നാണ് പേര്. അപ്പോൾ SG വെച്ചിട്ട് നമുക്കൊരു എംബ്ലം ചെയ്യണം. പിന്നെ പേരും വെച്ചിട്ടുള്ള ഒരു ലോഗോയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് എംബ്ലമാണ്. പേര് ഇതാണ്, SG മിനി മാർട്ട്. SG മിനി മാർട്ട് എന്ന പേര്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലോഗോ ഒരു മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡിൽ വേണം താനും. ഞാൻ ആദ്യം തന്നെ ഒരു റൗണ്ടാണ് കൊടുക്കുന്നത്. ഈ റൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ എസും ജിയും വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ നോക്കാം. നമുക്ക് സെലക്ട് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്യാനാണ്. സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ജിയുടെ ഒരു ലൈനും എസിൻ്റെ ഒരു ലൈനും രണ്ടും കൂടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ലൈൻ ഇടാം. അങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എസും ഇതുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എന്തിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലൈൻ ഇത് ഒരെണ്ണം കൂടെ മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഒരു സൈസ് കൂട്ടാം. എന്നിട്ടത് ഞാൻ എക്സ്പാൻഡ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതിന് പിന്നെ ഇതൊന്ന് സ്വല്പം കൂടി കട്ടി കൂട്ടാം. എന്നിട്ട് ഇത് എക്സ്പാൻഡ് കൊടുക്കാം. എക്സ്പാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇപ്പോൾ ലൈൻ്റെ ഇത് മാറിയിട്ട് പാത്തായിട്ട് മാറും. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ എടുത്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒറ്റ ഭാഗത്താക്കാം. ഇപ്പം ഇത് ഒറ്റതായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സംഭവമുണ്ട്. ഇതെടുത്ത് നമുക്കിവിടെ ഒരു ഇത് വേണം, എസ് എന്നുള്ളൊരു വരണമല്ലോ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വേണം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് ഞാനിത് Ctrl+Y അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഏകദേശം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഈ പാർട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഇതേ സാധനം ഇനി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കോപ്പി കൂടി എടുത്തിടാം. കാരണം നമുക്ക് ഇവിടെ നിന്നും അതേ അളവിൽ റിമൂവ് ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും സെലക്ട് ചെയ്തു, ഈ ടൂൾ എടുത്തു, റിമൂവ് ചെയ്തു. ഇനി ഇതന്നെ എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഇടാം.
ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പം എസ് എന്നുള്ളൊരു ഇതായില്ലേ, എസ് ആയി. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കണം, പിന്നെ ഒരു കണക്റ്റ് ചെയ്യണ ഒരു ഫീലും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു ഹാൻഡ് ഷെയ്ക്കൻഡ് ഒക്കെ കിട്ടണ ഒരു സംഭവം കിട്ടാൻ നോക്കാം. ഷെയ്ക്കൻഡ് വെക്റ്റർ, സോറി, ഷെയ്ക്ക് ഹാൻഡ്. സ്ട്രൈറ്റ് ആയിട്ടുള്ളത് കിട്ടും വേണം, അല്ലെങ്കിൽ നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ഐക്കൺ നോക്കാം. ഐക്കൺ സ്ട്രൈറ്റ് 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 ഷെയ്ക്ക് ഹാൻഡ് ഐക്കൺ കിട്ടാൻ നോക്കാം. ഓക്കെ, ഇത് ഏകദേശം ആപ്റ്റാണ്. കണക്റ്റ് ഇത് ഓക്കെയാണ്. എന്നാലും നമുക്ക് വേറെ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഉണ്ടോ നോക്കാം. ഇതൊരെണ്ണം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് കണക്റ്റിംഗ് പീപ്പിൾ എന്നാണ് അവരൊരു ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരെണ്ണം കൊടുക്കാം. ഓക്കെ, നമുക്ക് അത് ആ ഹാൻഡ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിലേക്ക് കൊണ്ടുപോകാം. ഇല്ലുസ്ട്രേറ്ററിൽ കൊണ്ടുപോയിട്ട് അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. വലിയ സൈസാണ്. അത് ഇവിടെ നിന്ന് നീക്കി വെച്ചിട്ട് ഞാൻ ഇമേജിൽ ട്രേസിൽ പോയിട്ട് സ്കെച്ച് ആർട്ട് കൊടുത്തു. അത് വെക്ടറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് PNG ആയിട്ട് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ എക്സ്പാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് വെക്ടറായി കിട്ടും. എന്നിട്ട് ഞാനത് ഇവിടേക്ക് കൊണ്ടുവരാണ്. ഇനി ലൈൻ ആവശ്യമില്ല. ഇനി ചെറുതാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈസിലാക്കാം. ഇതിൻ്റെ സൈസിലാക്കിയിട്ട് ഓക്കെ, നമുക്ക് ഈ രണ്ട് കയ്യിൻ്റെ ഇത് മാത്രം കിട്ടിയാലും മതി. നമുക്ക് ഈ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അല്ലെങ്കിൽ വേണ്ട, അത് കിടന്നോട്ടെ. ഇവിടെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു ഏരിയ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. എന്നാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാക്കാം. ഇത് ഞാൻ ഇത്ര ഏരിയ ഞാൻ കട്ട് ചെയ്ത് കളയും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് സെൻറ്റർ ആവുന്ന രീതിയിൽ നോക്കാം. അല്ല, കറക്റ്റ് സെൻറ്റർ. ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ബാക്കിലേക്ക് രണ്ട് സെലക്ട് ചെയ്യാം. ആങ്കർ പോയിൻ്റ് ഈ ആങ്കർ പോയിൻറ്റും ഈ ആങ്കർ പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ അവിടെ ജോയിൻ്റ് അല്ല അതിൻ്റെ പ്രശ്നം. ഇത് സെലക്ട് ചെയ്യുക, Ctrl+2 പിടിക്കുക.
ഇത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം, ഇതും കൂടി സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഇത് കട്ട കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് Ctrl+Alt+2 അടിച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് മാറും. നമുക്കിത് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇത്ര കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ സാധനം സെലക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഇത് സെലക്ട് ചെയ്യുക, ഉള്ളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിന് മുന്നേ ഒരു ഇതും കൂടി ചെയ്യാനുണ്ട്. ഇത് ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. Ctrl+Y അടിച്ചിട്ട് കറക്റ്റ് ആണോ നോക്കാം. ഏറെക്കുറെ കറക്റ്റ്. എന്നിട്ട് നമുക്ക് Ctrl+Y അടിക്കുക. വീണ്ടും ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ റിമൂവ് ചെയ്യണ ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്തു. ഇനി ഇവിടെ അതുമാതിരി തന്നെ നമുക്ക് ചെയ്യണം. ഇത് നമുക്ക് ഒറ്റ ഇതാക്കാം ആക്കി. ഇനി നമുക്ക് വീണ്ടും ഇതെടുക്കുക. സൂക്ഷിച്ച് ചെയ്യണം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. എടുത്തിട്ട് കറക്റ്റ് ആ ലൈൻ്റെ ഒപ്പാക്കുക. വീണ്ടും സെലക്ട് ചെയ്യുക. അത് കളഞ്ഞു. Ctrl+Y അടിക്കുക. ശരിയില്ലേ? ഓക്കെ. ഇനി നമുക്കിത് സെലക്ട് ചെയ്യാം. അതിന് തന്നെ ഒരു കാര്യം ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുക രണ്ടും. എന്നിട്ട് അതൊറ്റ ലെയറാക്കി. ഇപ്പോൾ കണ്ടില്ലേ, കണക്റ്റും പിന്നെ എസ്സിൻ്റെതും ജീരതും ആയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക. ഇതും ഗ്രൂപ്പാക്കുക. വേണ്ടില്ലേ, ഇത് മാത്രമായി. ഇതും ഗ്രൂപ്പാക്കി. ഓക്കെ. ഇനി നമുക്ക് കളറിലേക്ക് പോവാം. പിൻട്രസ്റ്റ് പോവാം. മിനിമാർട്ട് ലോഗോസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ യൂസ് ചെയ്യണ പോപ്പുലറായിട്ട് യൂസ് ചെയ്യണ കളറുകൾ കിട്ടും. ഇപ്പോൾ ഗ്രീൻ കണ്ടില്ലേ, ഗ്രീനൊക്കെയാണ് മെയിനായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. റെഡ്, ഗ്രീൻ. നമുക്കിത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ട്. ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ റെഡ് കൊടുത്തു. ഇത് സെലക്ട് ചെയ്ത് ഞാൻ ഗ്രീൻ കൊടുത്തു. സെറ്റായില്ലേ? ഇപ്പോൾ നമ്മുടെ എംബളം ഏകദേശം ഓക്കെ ആയി. കുറച്ചും കൂടി ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെമ്പളം ഒക്കെ ആയിട്ട് ഇനി നമുക്ക് വേണ്ടത്, ഇത് കാർട്ടാണല്ലോ, ഒരു ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാർട്ടിൻ്റെ ഇതുണ്ടാക്കണം. കാർട്ടിൻ്റെ ഒരു ഇതെടുക്കണം. നമുക്ക് പെൻ ടൂൾ എടുക്കാം. പെൻ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതേ ലൈനിലിടാം. ഈ ലൈനിലിട്ടിട്ട് കണ്ടു അടിച്ച് ചെയ്യുമ്പോൾ ആ ലൈനിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ആക്കാണ്. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഈ ആങ്കർ പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇടണം. ഓക്കെ. ഇത്ര ഏകദേശം ഇടാം. എന്നിട്ട് നമുക്ക്
നേരത്തെ ആക്കിയ ലൈനുണ്ട് അതും എനിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇതിൽ വരും. അപ്പോൾ എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ 16 സൈസ്. 16 സൈസിൽ നമുക്കൊന്ന് കുറച്ച് ഇറക്കിയിടാം. ഇറക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ടാണെന്ന് വെച്ചാൽ ഈ ആങ്കർ പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് കർവാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആങ്കർ പോയിൻ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നീക്കിയിടാം. കുറച്ച് നീക്കിയിടാണ് ഞാൻ. എന്നിട്ട് നമുക്ക് സ്ട്രോക്കിലേക്ക് പോവാം. സ്ട്രോക്കേ പോയിട്ട് ഇങ്ങനൊരു സംഭവം കാണാം. നമുക്ക് എഡ്ജ് നമുക്ക് പല രീതിയിൽ മാറ്റാൻ പറ്റും. കണ്ടില്ലേ ഡിഫറൻസ്? സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറൊക്കെ ഇതാക്കാം, അതുമാതിരി ഇതാക്കാം. നമുക്ക് ഇതാക്കാം. ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ചെരിച്ച് കൊടുത്തു. പിന്നെ ഇതന്നെ സെലക്ട് ചെയ്യണം ഞാൻ. ഈ ആങ്കർ പോയിൻ്റ് സെലക്ട് ചെയ്തു സ്വല്പം പൊക്കി കൊടുക്കും. കറക്റ്റ് ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വല്പം കൂടി വെക്കണം. ഓക്കെ, അടിക്കുക. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് പാത്ത് കൊടുക്കാം. കണ്ടില്ലേ ഫില്ലായി. ഇപ്പോൾ ഫില്ലാവും. ഇനി നമുക്ക് വേണ്ടത് കാട്ടിൻ്റെ അടിയിലത്തെ ഇതാണ് റൗണ്ട്. ഈ റൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റൗണ്ട് കൊടുത്തു. ഒരു ടയറും കൂടി കൊടുത്തു. ഇനി നമുക്കിത് കളറ് ചെയ്യാം. ഈ കളർ തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ എംബ്ലം. നമുക്ക് ചെറുതാക്കാം. നമുക്ക് ഈ ലോഗോൻ്റെ ഇത് പിന്നെ നമുക്ക് ഇത് ഗ്രോസറി ആൻഡ് ബേക്കറി കൊടുക്കാം. ഇത് വലുതാക്കി കൊടുക്കാം. വലുതാക്കണ്ട, പോപ്പിൻസ് ആക്കാം. പോപ്പിൻസ് ഫോണ്ടാക്കിയിട്ട് നമുക്ക് എത്ര മതി. ഓക്കെ, ഇത് നമുക്കൊരു റൗണ്ടഡ് ഷേപ്പ് ഫോണ്ട് ഉണ്ടോ നോക്കാം. എന്നിട്ട് അത് കൊടുക്കാം. റൗണ്ടഡ് ഷേപ്പ് ഫോണ്ട്, റൗണ്ടഡ് ഇത് മതി. ഈ ഫോണ്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് റെഡ് കളർ കൊടുക്കാം ഇതിന്. പിന്നെ നമുക്ക് ഈ അടിച്ചിട്ട് നമുക്ക് ഇതിന് മാത്രം ഗ്രീൻ കൊടുക്കാം. റെഡ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് സ്പേസ് കൂടുതലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് റെഡാക്കാം. ഇത് റെഡാക്കാം. ഇപ്പം ശരിയായില്ലേ? നമുക്കിത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം തീരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി നിൽക്കാൻ പാടില്ല. ഈ ഒരു ലൈനിൻ്റെ ഒപ്പം ആക്കിയിടാം. ഇപ്പം ഏറെക്കുറെ ശരി. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള അകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് രണ്ടും കൂടി സെലക്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പാക്കാം. ഇത് സെലക്ട് ചെയ്യാം മൊത്തം, അതൊരു ഗ്രൂപ്പാക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് കറക്റ്റാക്കുക. കറക്റ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് അടുപ്പിച്ചിടാം. ഇത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് സ്വല്പം ചെറുതാക്കാം. സ്വല്പം ചെറുതാക്കിയിടാം. എന്നിട്ട് ഒന്നും കൂടി ചെറുതാക്കാം. എന്നിട്ട് വീണ്ടും സെലക്ട് ചെയ്യുക. നമുക്ക് ഒന്നും കൂടി സെൻറ്ററാക്കി വെക്കാം. ഓക്കെ, പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് മേലേക്ക് വെക്കണം.
അത് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ഒറ്റ ഗ്രൂപ്പാക്കാം, നമുക്ക് സെൻറ്റർ ആക്കാം. ഓക്കെ. പിന്നെ നമ്മൾ എന്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്കിൽ വരുമ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. ഈ സംഭവം സെലക്ട് ചെയ്ത് നമുക്ക് ഇത് ഇങ്ങനെയാക്കാം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മെയിൻ ലോഗോ. ഓക്കെ, ഇത് മെയിൻ ലോഗോ ആയിട്ട് ഇടാണ് ഞാൻ. ഇത് മെയിൻ ലോഗോ. പിന്നെ നമുക്ക് ഇതിൻ്റെ എംബ്ലം കിട്ടണം. അൺഗ്രൂപ്പ് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്യുക. എംബ്ലം ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക. മെയിൻ ലോഗോ. സ്പേസിങ് ഒന്നും വേണ്ട, നേരത്തെ സ്പേസിങ് എടുക്കുന്നത്. നമുക്ക് ഫോണ്ട് ഇത് വേണ്ട, പോപ്പിൻസ് മതി. എന്നിട്ട് ചെറുതാക്കി ഇടാണ് മെയിൻ ലോഗോ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് മെയിൻ ലോഗോ. ഇനി നമുക്ക് ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എംബ്ലം. എംബ്ലമായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് രണ്ട് കളറിൽ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ബോക്സ് ആഡ് ചെയ്യാം. ഇത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിലും ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, കുറേ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പ്രസൻറ്റ് ചെയ്യാം. കുറച്ച് വലുതാക്കി കൊടുക്കുകയാണ് ഞാൻ. ഈ എംബ്ലം നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേ, ഡീപ്പ് ആയിട്ട് ഇടാനൊക്കെ യൂസ് ചെയ്യാനാണ് കൂടുതൽ. അപ്പോൾ നമുക്കിത് റൗണ്ടിൽ വരുമ്പോൾ എങ്ങനെ കാണുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിൽ ഇത് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കുക, സെലക്ട് ചെയ്യുക, മുന്നിലേക്ക് ഇടുക. റെഡിൽ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് റെഡിൽ ഇടുന്ന ആൾക്കാർക്ക് ഇതെടുത്തിടാം. ഇപ്പോൾ വാട്സപ്പിൽ ഇതിലൊക്കെ ഇതെടുത്തിടാം. അടിയിലേക്ക് ഇടാം, ഒന്നും കൂടി ഇടാം. ഇത് ഗ്രീനിൽ കാണുന്നവർക്ക് വേണമെന്ന് വെച്ചാൽ ഗ്രീനിലിടാം. ഇങ്ങോട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് സെൻറ്റർ ആക്കാം. മറ്റേ തന്നെയാണ് നല്ലത്. ഇത് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഇത് രണ്ട് സെലക്ട് ചെയ്യുക, ഹൈറ്റ് റെഡിയാക്കുക. എന്നിട്ട് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കിട്ടണം. ഇത് സെലക്ട് ചെയ്യുക. അതേ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് വൈറ്റ് ആക്കണം. വൈറ്റ് വേണ്ടവർക്ക് വൈറ്റിലിടാമല്ലോ.
എന്നിട്ട് അതിനായിട്ട് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. അപ്പോൾ വൈറ്റിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഷാഡോ സ്റ്റൈല് ഡ്രോപ്പ് ഷാഡോ ഇത്ര വേണ്ട. അപ്പോൾ നമുക്ക് കുറയ്ക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി ഒപ്പാസിറ്റി കുറയ്ക്കാം. ഓക്കെ, നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. ഇതൊക്കെ കൂടി ഗ്രൂപ്പാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക, ടോപ്പിലാക്കുക. ഇത് സെലക്ട് ചെയ്യുക, ഒക്കെ സെറ്റായി. നമുക്കിനി കണ്ടില്ലേ, ഇതിപ്പോൾ ഓരോരുത്തർക്ക് ഗ്രീനില വൈറ്റില ഏതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ള ഒരു രീതിയിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ലോഗോ മുഴുവനായിട്ട് നമുക്ക് ഇവിടേക്ക് താഴേക്ക് ഇടാം. ഇതിന് നമുക്ക് ബാക്കിലേക്ക് ആക്കാം, റെഡ് കളർ കൊടുക്കാം. ലോഗോ റെഡിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതാക്കാം. ഇതേ ലോഗോ നമുക്ക് ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്തിടാം, മുകളിലേക്ക് ഇടാം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇതേ ലോഗോ ഗ്രീനിൽ കാണാൻ എങ്ങനെയാണെന്നൊന്ന് അറിയാൻ. ഓക്കെ, അപ്പോൾ മെയിൻ ലോഗോ നമുക്ക് ഇങ്ങനെ ഒരു ലോഗോ ചെയ്യാം. പിന്നെ നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ഈ സാധനം നമുക്ക് അടിയിൽ മേലെ വേണ്ടി വരും. മേലെ മീൻസ് ഇത് മാത്രം നമുക്ക് മേലേക്ക് ആക്കാം. ചിലപ്പോൾ ഇങ്ങനെ വേണ്ടി വരും, മേലേക്ക് വേണ്ടി വരും. ഇത് കുറച്ച് കയറ്റ് കൂടുതലാകുന്ന കുറച്ചിടാം. എന്നിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാം, സെൻറ്ററാക്കാം. ഉണ്ടല്ലേ, ഇങ്ങനെ ചില സ്ഥലത്ത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കാണിക്കണം. എന്നിട്ട് നമുക്ക് ഓക്കെ, ഇത് നമുക്ക് കുറച്ച് താഴേക്ക് ഇറക്കിടാം. ഇത് സ്വല്പം വേണമെങ്കിൽ വലുതാക്കിയിടാം. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്തിട്ടില്ല ഇതുവരെ. ലോഗോ 3 സേവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ